നമസ്കാരം. സാധ്യതകളൊക്കെ ഒടുവിൽ യാഥാർത്ഥ്യത്തിലേക്ക് വഴിമാറും. ഇറാൻ US യുദ്ധത്തിനൊടുവിൽ തിരി തെളിയാൻ പോവുകയാണ്. ഇറാനുമായുള്ള ആണവ തർക്കം പരിഹരിക്കാൻ നയതന്ത്ര ശ്രമങ്ങൾ തുടരുന്നതിനിടെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയെയും മകൻ മുസ്തഫയെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണ പദ്ധതികൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരിഗണനയിലാണ് എന്ന് റിപ്പോർട്ട്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാൻ ഭരണകൂടത്തിന്റെ തലപ്പത്തുള്ളവരെ ഇല്ലാതാക്കുന്നത് ഉൾപ്പെടെയുള്ള വിനാശകരമായ സൈനിക ഓപ്ഷനുകൾ പെന്റഗൺ ട്രംപിന് മുന്നിൽ അവതരിപ്പിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇറാൻ ഒരു തരത്തിലും അണുബോംബ് നിർമ്മിക്കില്ല എന്ന് ഉറപ്പു നൽകിയാൽ ആണവ സമ്പുഷ്ടീകരണം തുടരാൻ ട്രംപ് അനുവദിച്ചേക്കാം. എന്നാൽ ഇത് രാഷ്ട്രീയമായി ട്രംപിന് അമേരിക്കയിൽ ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കണം. ഇറാൻ കളിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങളുടെ ക്ഷമ അധികം നീളില്ല. ഞങ്ങൾക്ക് നിരസിക്കാൻ കഴിയാത്ത ഒരു ഓഫർ അവർ മുന്നോട്ട് വെക്കണമെന്ന് മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥൻ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. മിഡിൽ ഈസ്റ്റിൽ 2003 ഇറാഖ് അധിനിവേശത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക വിന്യാസമാണ് അമേരിക്ക ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷവും ആക്രമണത്തിന് ട്രംപ് ഉത്തരവിട്ടേക്കാം എന്നാണ് സൂചന. ജനീവയിൽ നടക്കുന്ന ചർച്ചകളിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ചില അടിസ്ഥാന തത്വങ്ങളിൽ ധാരണയായതായി അറിയിച്ചു. അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഇറാൻ തങ്ങളുടെ പുതിയ നിർദ്ദേശങ്ങൾ രേഖാമൂലം സമർപ്പിക്കും. തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണെന്നും അത് ലോകത്തിന് ബോധ്യപ്പെടുത്താനുള്ള സാങ്കേതിക നടപടികൾക്ക് തയ്യാറാണെന്നും ഇറാൻ വ്യക്തമാക്കി. എങ്കിലും യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തിവെക്കാൻ ഇറാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ വഴിമുട്ടിയാൽ അമേരിക്കയുമായി ചേർന്ന് സംയുക്ത സൈനിക നീക്കം നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് നിലവിൽ ഇസ്രായേൽ. മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളും യുദ്ധത്തിനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. ഇറാനെ ചുറ്റിപ്പറ്റിയുള്ള അന്താരാഷ്ട്ര രാഷ്ട്രീയ രംഗം വീണ്ടും തീ പിടിച്ചിരിക്കുകയാണ്. അമേരിക്കൻ സൈനിക വിന്യാസത്തിന്റെ വർധനവും ഇസ്രയേലിന്റെ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പും പ്രദേശത്ത് യുദ്ധസാധ്യതയുടെ കനത്ത നിഴൽ വീഴ്ത്തുകയാണ്. ഇറാൻ അമേരിക്ക ബന്ധം പതിറ്റാണ്ടുകളായി സംഘർഷപൂർണമാണ്. 1979 ഇസ്ലാമിക് വിപ്ലവത്തിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അവിശ്വാസം സ്ഥിരമായി തുടരുകയാണ്. അമേരിക്കൻ ഉപരോധങ്ങളും ഇറാന്റെ ആണവ പരിപാടിയും പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പലതവണ പൊട്ടിത്തെറികൾക്ക് വഴിയൊരുക്കി. ഈ പശ്ചാത്തലത്തിൽ ഇറാന്റെ പരമോന്നത നേതാവിനെ നേരിട്ട് ലക്ഷ്യമാക്കുന്ന അമേരിക്കൻ സൈനിക നീക്കം വെറും രാഷ്ട്രീയ സമ്മർദ്ദമല്ല, അത് ആഗോള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന വലിയ ജ്വാലയാണ്. ഒരു നിമിഷം അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ എന്താകും സംഭവിക്കുക? ആദ്യ പ്രത്യാഘാതം പശ്ചിമേഷ്യൻ ഭൂപടത്തിൽ തന്നെ പ്രതിഫലിക്കും. ഇറാൻ ശക്തമായ മിസൈൽ ശേഖരവും പ്രോക്സി സായുധ സംഘടനകളുമായുള്ള ബന്ധവുമുള്ള രാജ്യമാണ്. ലെബനനിലെ ഹിസ്ബുള്ളയും ഗാസയിലെ ഹമാസും പോലുള്ള ഗ്രൂപ്പുകൾ ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്നവരാണ്. അമേരിക്കൻ ആക്രമണത്തിന് മറുപടിയായി ഇവർ ഇസ്രയേലിനെ നേരിട്ട് ആക്രമിക്കും. അതോടെ ഇസ്രയേൽ ഇറാൻ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് സാഹചര്യം വഴിമാറും. രണ്ടാമത്തെ വലിയ പ്രത്യാഘാതം ആഗോള സാമ്പത്തിക രംഗത്തായിരിക്കും. ലോകത്തിന്റെ എണ്ണ വിതരണത്തിൽ നിർണായകമായ ഹോർമൂസ് കടലിടുക്ക് ഇറാന്റെ നിയന്ത്രണ പരിധിയിലാണ്. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ആ കടലിടുക്ക് അടച്ചിടപ്പെടാനുള്ള സാധ്യത ഉയരും. എണ്ണവില കുത്തനെ ഉയർന്ന് ആഗോള സാമ്പത്തിക വ്യവസ്ഥ തകർച്ചയുടെ വക്കിലെത്തും. ഇതിനകം തന്നെ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്ന പല രാജ്യങ്ങളും അതിന്റെ ആഘാതത്തിൽ തകർന്നടി. മൂന്നാമതായി മനുഷ്യാവകാശവും മാനവിക പ്രതിസന്ധിയും വലുതാകും. യുദ്ധം എന്നത് സൈനികരിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. സാധാരണ ജനങ്ങളാണ് അതിന്റെ ഏറ്റവും വലിയ ഇരകൾ. ഇറാനിലെ നഗരങ്ങൾ ലക്ഷ്യമാക്കിയുള്ള വ്യോമാക്രമണങ്ങൾ ആയിരക്കണക്കിന് സാധാരണക്കാരുടെ ജീവൻ അപഹരിക്കും. അഭയാർത്ഥികളുടെ ഒഴുക്ക് തുർക്കി, യൂറോപ്പ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കും. ഇത് അന്താരാഷ്ട്ര സമൂഹത്തിന് പുതിയ തലവേദന സൃഷ്ടിക്കും. അമേരിക്കയ്ക്കും യുദ്ധത്തിന്റെ വില വലുതായിരിക്കും. മിഡിൽ ഈസ്റ്റിൽ ദീർഘകാല യുദ്ധത്തിൽ പെടുകയാണെങ്കിൽ ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദം ഉയരും. സൈനിക ചെലവുകൾ വർദ്ധിക്കും. ഇതിനകം അഫ്ഗാനിസ്ഥാനും ഇറാഖും നൽകിയ പാഠങ്ങൾ അമേരിക്കയെ ജാഗ്രതപ്പെടുത്തുന്നവയാണ്. മറ്റൊരു ദീർഘകാല യുദ്ധം അമേരിക്കൻ ജനത ഏറ്റെടുക്കുമോ എന്നത് സംശയകരമാണ്. അതേസമയം ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ അതിന്റെ പ്രതികരണം പരിമിതമായിരിക്കുമെന്നും കരുതാനാവില്ല. സൈബർ ആക്രമണങ്ങൾ, ഗൾഫ് മേഖലയിൽ അമേരിക്കൻ താവളങ്ങളെ ലക്ഷ്യമിട്ടുള്ള മിസൈൽ ആക്രമണങ്ങൾ, എണ്ണശാലകൾ തകർക്കൽ തുടങ്ങിയ പല രീതിയിലുള്ള മറുപടി ഇറാൻ നൽകാൻ സാധ്യതയുണ്ട്. ഇത് സംഘർഷം നിയന്ത്രണാതീതമാകും. പലപ്പോഴും ഇത്തരം സൈനിക വിന്യാസങ്ങൾ രാഷ്ട്രീയ സമ്മർദ്ദത്തിനായുള്ള തന്ത്രങ്ങളായിരിക്കും. നയതന്ത്ര ചർച്ചകൾ തുടരുന്ന സാഹചര്യത്തിൽ അവസാന നിമിഷം സമവായം ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്നാൽ യുദ്ധ സാധ്യതയെ ഇതുകൊണ്ടൊന്നും ലഘുവായി കാണാൻ കഴിയില്ല. ഒരു തെറ്റായ തീരുമാനം, ഒരു തെറ്റായ കണക്കുകൂട്ടൽ, ഒരു മിസൈൽ വിക്ഷേപണം, ഇവയിൽ ഏതെങ്കിലും ഒന്നിനെ ലോകത്തിനെ വൻ തീയിൽ തള്ളിയിടാൻ ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയും. ഇന്ന് ലോകം നിൽക്കുന്നത് ഒരു നിർണായക വഴിത്തിരിവിലാണ്. ശക്തിയുള്ള രാഷ്ട്രങ്ങളുടെ രാഷ്ട്രീയ നീക്കങ്ങൾ മനുഷ്യരാശിയുടെ ഭാവിയെ തന്നെ നിർണയിക്കുന്ന ഘട്ടം. അമേരിക്ക ഇറാനെ ആക്രമിക്കുന്ന നിമിഷം പശ്ചിമേഷ്യ മാത്രമല്ല ലോകം മുഴുവൻ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും.
അതിനാൽ യുദ്ധത്തിന്റെ കത്തിജ്വലിക്കുന്ന ഭീഷണിക്ക് പകരം നയതന്ത്രത്തിന്റെ ശാന്തസ്വരം ശക്തിപ്പെടണമെന്ന് ആഗോള സമൂഹം പ്രതീക്ഷിക്കുന്നു. മനുഷ്യ ജീവിതത്തിനും ആഗോള സമാധാനത്തിനും മീതെ രാഷ്ട്രീയ ആധിപത്യം വരുത്തണമെന്നാണ് ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന.